സവാള എനിക്ക് ശ്രീ ഷാക്കിറിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും. ശ്രീ പണിക്കർ, ഇവിടെ ഷാക്കിറിന്റെ ന്യായീകരണങ്ങൾ താങ്കൾ എങ്ങനെ കാണുന്നു? ന്യായീകരണ തൊഴിലാളിയായി മാങ്കൂട്ടത്തിനും പി കെ ഫിറോസിനും അതുപോലെ തന്നെ ഈ പറയുന്ന ഷാഫിക്കും ഒക്കെ വേണ്ടിയുള്ള ന്യായീകരണ തൊഴിലാളിയായി മാറിയിരിക്കുകയാണ്. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. ഷാക്കിർ, ഒരു സെക്കൻഡ്. എനിക്ക് ശ്രീ ഷാക്കിറിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മലയാളത്തിലുള്ള ഒരു ചൊല്ലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന് മാത്രമേ ഉള്ളൂ. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രീ ഷാക്കിർ അതിന് ശ്രമിക്കരുത്. താങ്കൾ ഈ ചർച്ചയിൽ ആരെയൊക്കെ ന്യായീകരിച്ചു എന്ന് ആരോപണം നേരിടുന്ന MLA താങ്കൾ ന്യായീകരിക്കുന്നു. കോടതി പ്രാഥമികമായിട്ട് മുൻകൂർ ജാമ്യം നിഷേധിച്ച രാഹുൽ ഈശ്വറിനെ താങ്കൾ ന്യായീകരിക്കുന്നു. എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോ ഷാഫി പറമ്പിലിനെ അടക്കം പി കെ ഫിറോസിനെ അടക്കമുള്ള ആൾക്കാരെ എല്ലാവരെയും ന്യായീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ മഞ്ജുഷ് പറഞ്ഞത് താങ്കൾ ഒരു ന്യായീകരണ തൊഴിലാളി കണക്കാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനല്ലേ? താങ്കൾ ഈ വിഷയത്തിൽ എന്തിനാണ് ഇത്ര പ്രകോപനത്തോടു കൂടി സംസാരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, താങ്കൾ മുസ്ലിം ലീഗിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ. കോൺഗ്രസ് പാർട്ടി ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഈ ചർച്ചയിൽ താങ്കൾ ഡിഫൻസിൽ പോകേണ്ടുന്ന ആവശ്യമുണ്ട്. അതെനിക്ക് മനസ്സിലാവാത്തത്. ഈ ചർച്ചയിൽ താങ്കൾ ഇപ്പൊ ഡിഫൻസിലാണ്. അത്രയും താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ ഓഫൻസ് തന്നെയാണ്. ഈ ചർച്ച കേൾക്കുന്ന ആളുകളില്ലേ? പി കെ ഫിറോസ്, ഷാഫി പറമ്പില് എല്ലാവരെയും അധിക്ഷേപിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരുമോ? ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. അധിക്ഷേപമില്ലല്ലോ. സമൂഹത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് സമൂഹത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങൾ. ഷാക്കിർ അല്ല, എന്റെ സമയം പൂർണ്ണമായിട്ട് കവർന്നെടുക്കരുതേ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആദ്യം മിണ്ടാതിരിക്കും, ഇതൊന്ന് കേൾക്കൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലടക്കം മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതായിരുന്നു. മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാരും പ്രതികരിക്കുന്ന രീതിയിലായിരുന്നില്ല ശ്രീ ഷാഫി പറമ്പിൽ സംസാരിച്ചത്. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് ചർച്ചകളുണ്ടായി. സ്വാഭാവികം. മലയാള മനോരമ ഹോർത്തൂസ് നടത്തുന്ന സമയത്ത് അവിടെ പോലും വേദിയിൽ അദ്ദേഹത്തിനെ ഇരുത്തി ഇതേ ചോദ്യം ചോദിക്കേണ്ടി വന്നു. അതല്ലാതെ പുറത്ത് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇതേ ചോദ്യം ചോദിച്ചു. മറ്റേതെങ്കിലും ഒരു പ്രവർത്തകനോട് ഇത് ചോദിച്ചോ? ചോദിച്ചില്ല. വിശ്വാസമായില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടി കുറെ കഷ്ടപ്പെട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്ന്. അത് അവിടെ മാത്രമായിരുന്നില്ല ആ കഷ്ടപ്പാടെന്ന് നമുക്കറിയാം. അതല്ലായിരുന്നുവെങ്കിൽ അടൂരുകാരനായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും ദൂരം വണ്ടി പിടിച്ച് അവിടേക്ക് പോകുമായിരുന്നില്ല. അത് ആരുടെ താല്പര്യമായിരുന്നു? ഷാഫിയുടെ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കേസിൽ ഇദ്ദേഹത്തിനെതിരെ തുടർച്ചയായിട്ട് സ്ത്രീകളുടെ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ഷാഫിക്ക് ഇതിനെപ്പറ്റി ഒരറിവും ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് ന്യായമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഉറ്റ ബന്ധമുള്ള ആൾക്കാരുടെ വെയറബൌട്ട്സിനെ പറ്റി ഇവർക്കറിയില്ലേ? അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. തന്നെയുമല്ല, മറ്റു പല നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്തും ശ്രീ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആൾക്കാരുടെ നിർബന്ധം കാരണമാണ് കോൺഗ്രസ് ആ തീരുമാനം എടുക്കാത്തതെന്നും എടുക്കാൻ തീരുമാനിച്ച തീരുമാനം പിറ്റേ ദിവസം ഈ മുൻകൂർ ജാമ്യത്തിലുള്ള തീരുമാനം അന്തിമ വിധി വരട്ടെ അപ്പൊ തീരുമാനിക്കാം എന്ന രീതിയിലേക്ക് മാറ്റിയതും ഇവരുടെ നിർബന്ധപ്രകാരമാണെന്നുള്ള ഒരു ചർച്ച പൊളിറ്റിക്കൽ സർക്കിൾസിലുണ്ട്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം താങ്കളോട് ഉണ്ടാകുന്നത്. ആ ചോദ്യത്തിന്റെ ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ആർക്കൊക്കെ ഉണ്ടാകും? രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ,
ഇപ്പൊ ഞാൻ പറയാം, അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും കാണുന്ന ആൾക്കാരോട് ഈ ചോദ്യം ചോദിക്കും. അത് ആരാണ്? ആ ബെൽറ്റിൽ അദ്ദേഹം ആരുടെയൊക്കെ കൂടെയാണ് ഇരിക്കുന്നത്? ആ ആൾക്കാരോടെല്ലാം ഈ ചോദ്യം ഉണ്ടാകും. മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു, ഒറ്റയടിക്കലെ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. അതല്ലാത്ത വേറെ യുവ പ്രവർത്തകരുണ്ടല്ലോ, അവരോട് ഈ ചോദ്യം ഇല്ലല്ലോ. അബിൻ വർക്കിയോട് ഈ ചോദ്യം ഉണ്ടോ? ഇല്ല. ശബരിനാഥനോട് ഈ ചോദ്യം ഉണ്ടോ? ഇല്ല. CR മഹേഷിനോട് ഈ ചോദ്യം ഉണ്ടോ? ഇല്ല. എന്താ? ഇവരെല്ലാവരും തന്നെ ഒറ്റ രീതിയിൽ നിൽക്കുന്നു, അതുകൊണ്ട് ആ ചോദ്യം ഉണ്ടാകും. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ. ഈ ചോദ്യത്തിനെല്ലാം കേൾക്കുന്നതിനുള്ള ബാധ്യത, അതിന് മറുപടി പറയേണ്ടുന്ന ബാധ്യത UDF-നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച മാറ്റുന്നതിന് വേണ്ടി ന്യൂസ് 18 എന്തോ താല്പര്യത്തിന്റെ പുറത്താണോ, പൈസ കിട്ടിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അതൊക്കെ ഇത്തിരി ഓവർ അല്ലേ ഷാക്കറെ? ഒന്ന് ആലോചിച്ച് സ്വർണ്ണക്കുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു ഫ്ലോർ കൂടിയാണ് ഇത്. അത് ചർച്ച ചെയ്യാൻ പറ്റാത്തതിനുള്ള ഒരു സങ്കടമേ എനിക്കുള്ളൂ. കാരണം സാധിക്കുന്നില്ല. അത് നന്നായി. നോക്കൂ, ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. ഇപ്പൊ ഈ വിഷയം എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, ഒരു MLA-യുടെ കോണ്ടാക്ടുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ, അനുഭവിച്ചോ? ഞാൻ ഒരു ഒറ്റ കാര്യം ശ്രീ ഷാക്കറിനോട് ചോദിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയെല്ലാം UDF ഈ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ ഈ കവർ പേജ് മാറ്റുമല്ലോ, ഈ ഫോട്ടോ, കവർ ഫോട്ടോ ഫേസ്ബുക്കിൽ, അതല്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏത് നേതാവ് എവിടെയാ സംസാരിക്കാൻ കഴിയുന്നില്ലെന്നേ. കാരണം ഈ വിഷയമാണ് നിങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത്. മാധ്യമങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടതാണെങ്കിലും ഒക്കെ ഈ ഒരു വിഷയമാണ്. നിങ്ങൾക്ക് പോലും സംസാരിക്കാൻ കഴിയാത്തതിന്റെ കാരണം നിങ്ങൾക്ക് വർത്തമാനമാണ് ഷാക്കിറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. Bing bing